Hamas political leader Ismail Haniyeh has been assassinated in Tehran. We're getting reports has been killed in Iran. That's according to statements from Hamas and Iran's Revolutionary Guard. Iran state TV is also reporting he's been assassinated in Tehran. ഇന്നലെ ലബനന്റെ തലസ്ഥാനം ബെയ്റൂട്ടിൽ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി. അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നൊരു ചിന്തയിൽ ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ആ സംഭവം നടക്കുന്നതിന് മുൻപ് ഇസ്രായേൽ മറ്റൊരു കാര്യം ഇറാനുള്ളിൽ ചെയ്തു. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇറാനുള്ളിൽ തന്നെ കൊല്ലപ്പെടുന്നു. ഇത് വലിയൊരു വാർത്തയായി മാറി. ഒരു 24 മണിക്കൂർ ആ സമയത്തിനുള്ളിൽ 2 വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇസ്രായേൽ അവരുടെ ആക്രമണം വഴി നശിപ്പിച്ചു. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നും ഒരു നേതാവ്, മറ്റൊരു ഭാഗത്ത് ഹമാസിന്റെ ഭാഗത്ത് നിന്നും അവരുടെ വളരെ പ്രധാനപ്പെട്ട നേതാവിനെ, 62 വയസ്സുള്ള ഒരു വ്യക്തിയെ ഇറാനുള്ളിൽ വെച്ച് തന്നെ, അതും ഇപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അവസാനിച്ചതിന് ശേഷം ഈ ഒരു സംഭവം നടന്നു. ഈ 2 സംഭവങ്ങളും എങ്ങനെ ഉണ്ടായെന്നുള്ളത് വളരെ വ്യക്തമായി കാണാം. ഈ ആക്രമണത്തിന് മൂല കാരണം മസ്ജിദ് അൽ ഷംസിൽ നടത്തിയ ഹിസ്ബുള്ള നടത്തിയ ആ ഒരു റോക്കറ്റ് ആക്രമണമാണ്. ഈ റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ള നടത്തിയെന്ന് ഇസ്രായേൽ പറഞ്ഞാലും ഇല്ല, ഞങ്ങളിത് ചെയ്തില്ല, ഇസ്രായേലിന്റെ അയൺ ഡോം ഇന്റർസെപ്റ്റർ മിസൈലാണ് ദിശ മാറി അവിടെ പതിച്ചത്, അതുകൊണ്ടാണ് ആ സ്ഥലത്ത് 12 കുഞ്ഞുങ്ങൾ മരിച്ചത് എന്ന് ഹിസ്ബുള്ള ഒരു വിശദീകരണം നൽകി. എന്നാൽ ലോകം മുഴുവനും വന്നൊരു അഭിപ്രായം ഇത് ഇസ്രായേലിന്റെ അയൺ ഡോം ഇന്റർസെപ്റ്റർ മിസൈൽ ആകാനുള്ള സാധ്യത ഇല്ല എന്ന്. അതിനുള്ള കാരണവും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇത് അയൺ ഡോം ഇന്റർസെപ്റ്റർ മിസൈൽ അല്ല എന്ന്. ഇത് നടന്നവസാനിച്ചതിന് ശേഷം ഇസ്രായേൽ മുഴുവനും ഒരു ഭീതി നിറഞ്ഞ സാഹചര്യമായി മാറി. അമേരിക്കൻ പര്യടനം പകുതിയിൽ വെച്ച് അവസാനിപ്പിച്ച് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു തിരികെ ഇസ്രായേലിലേക്ക് തന്നെ വന്നു. അവരുടെ ക്യാബിനറ്റിൽ പുതിയൊരു മീറ്റിംഗ്, അടിയന്തര മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ഈ ഒരു മീറ്റിംഗിന് ശേഷം ഇസ്രായേലിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് ഒരു അംഗീകാരം നൽകുന്നു. നിങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് ഏത് രീതിയിലാണ് ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ തിരിച്ചടിക്കാൻ ഇസ്രായേലിന് ഒരു ഒഫൻസീവ് ഓപ്പറേഷന് പെർമിഷൻ കിട്ടിയതിനു ശേഷം ബോർഡർ ഭാഗത്ത് വലിയ തിരക്കേറിയ സാഹചര്യം ഉണ്ടാകുന്നു. ഹൈഫ പോർട്ടിൽ നിന്ന് എല്ലാ ട്രെയിൻ നെറ്റ്വർക്കും ക്യാൻസൽ ചെയ്യുന്നു. നോർത്തേൺ ബോർഡേഴ്സിൽ കൂടുതൽ മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇസ്രായേലിന്റെ 400-ൽ കൂടുതൽ മെർക്കാവ ടാങ്ക്, ഇങ്ങനെ എല്ലാം അവർ നിർത്തി. ഒരു ഗ്രീൻ സിഗ്നലിന് വേണ്ടി മാത്രം. അടുത്ത് നിങ്ങൾക്ക് യുദ്ധത്തിന് പോകാമെന്ന ഒരു ഉത്തരവ് വന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ ഇസ്രായേലിന്റെ സൈന്യം ലബനനുള്ളിലേക്ക് കടക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ മുൻകരുതലുകളും ഇസ്രായേൽ എടുത്തു. മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ള ചെയ്തത് പെട്ടെന്ന് അവരുടെ ആക്രമണങ്ങളെല്ലാം സ്റ്റോപ്പ് ആകുന്നു. യാതൊരു വലിയ ആക്രമണവും നടത്താതെ ഹിസ്ബുള്ള പതിയെ ശാന്തരാകുന്നു. ഹിസ്ബുള്ളയും ഒരു വലിയ കാര്യത്തിനായി ആ സമയം തയ്യാറെടുക്കുകയാണ്. അവരുടെ റോക്കറ്റ്സിനെയും അവരുടെ റോക്കറ്റ് ലോഞ്ചേഴ്സിനെയും ഫ്രണ്ട് ലൈനോട് ചേർന്ന് വരാൻ തുടങ്ങി. ഇതിനിടയിൽ ഇസ്രായേൽ ചെയ്തൊരു കാര്യം, ബെയ്റൂട്ടിന് അടുത്തുള്ള ആ ഒരു സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ട അപ്പാർട്ട്മെന്റിൽ ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡർ ഫോർട്ട് ഷുക്കൂർ, ആ ഒരു പേര് കറക്റ്റായി പ്രൊനൗൺസ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഞാനത് കാണിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആ ബെയ്റൂട്ടിലെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നതായി ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വഴി ഇസ്രായേലിന് ലഭിച്ച വിവരം ഉപയോഗിച്ച് അവിടെ ഒരു എയർ സ്ട്രൈക്ക് ചെയ്യാൻ റെഡിയാകുന്നു. ഇതിൽ 2 അഭിപ്രായങ്ങൾ ഇന്റർനെറ്റ് മുഴുവനും പടരുന്നുണ്ട്. ഒന്നാമത്തേത്, ചാര ഡ്രോൺസിനെ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്ന് പറഞ്ഞാലും ഇത് എയർ സ്ട്രൈക്ക് വഴിയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായ ഒരു വാർത്ത പറഞ്ഞു. എന്നാൽ ഡ്രോണിന്റെ പങ്കും ഇവിടെ വളരെയധികം ഉണ്ടായിരുന്നു. ഈ കെട്ടിടത്തിൽ ഫോർട്ട് ഷുക്കൂർ ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം ആ ഒരു ബിൽഡിംഗ് മുഴുവനെയും ലക്ഷ്യമിട്ടൊരു ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ഏകദേശം 50% കൂടുതൽ ആ ബിൽഡിംഗ് മുഴുവനായും നശിക്കുന്നു. ആദ്യഘട്ട വിവരം അനുസരിച്ച് ഈ ആക്രമണം നടന്ന് അവസാനിച്ച് അവിടെ നിന്ന് വന്ന ആദ്യഘട്ട വിവരം അനുസരിച്ച് ഒരു സ്ത്രീ അവിടെ മരിച്ചു. 60-ൽ കൂടുതൽ വ്യക്തികൾക്ക് പരിക്കേറ്റു. അങ്ങനെയെങ്കിൽ ആ കമാൻഡർക്ക് എന്ത് സംഭവിച്ചു? അയാൾ മരിച്ചില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹം ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. അദ്ദേഹത്തിന് പരിക്കേറ്റു എന്നതും സത്യമാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് വളരെ സീരിയസ് ആയ കണ്ടീഷനിൽ കൊണ്ടുപോയി എന്ന് അവസാനമായി വന്ന വിവരം പറയുന്നു. എന്നാൽ ഇസ്രായേൽ പറയുന്നത് അയാളെ ഞങ്ങൾ എലിമിനേറ്റ് ചെയ്തു, ഈ ഫോർട്ട് ഷുക്കൂർ എന്ന ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട കമാൻഡറെ ഞങ്ങൾ കൊന്നു എന്ന് ഇസ്രായേൽ ഒരു കാര്യം കൺഫേം ചെയ്തു. സ്കൈ ന്യൂസ്, അസോസിയേറ്റഡ് പ്രസ് ഇവരെല്ലാവരും അദ്ദേഹം മരിച്ചു എന്നുള്ളത് കൺഫേം ചെയ്യുന്നു. എന്നാൽ ഹിസ്ബുള്ള ഇപ്പോഴും അത് സമ്മതിക്കുന്നില്ല. ഇല്ല, അദ്ദേഹം സിവിയർ ഇഞ്ചുറീസ് ആയി ആശുപത്രിയിലാണ്. ആ ആക്രമണം നടക്കുന്ന സമയത്ത് കറക്റ്റ് അദ്ദേഹം അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ആ ഒരു സാഹചര്യത്തിലായിരുന്നു. അതിനാൽ അദ്ദേഹം ചില പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു. അദ്ദേഹം മരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചില പരിക്കുകളോടുകൂടി അദ്ദേഹത്തെ ആശുപത്രിയിൽ കയറ്റിയതായും ഒരു വിവരം പറയുന്നു. ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തു? അദ്ദേഹത്തിന് അത്രത്തോളം പവർ ഹിസ്ബുള്ളയിലുണ്ടോ? അല്ലെങ്കിൽ മസ്ജിദ് അൽ ഷംസിൽ നടന്ന ആക്രമണത്തിന് ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ
ഇദ്ദേഹത്തിന്റെ അപ്രൂവൽ, ഇദ്ദേഹത്തിന്റെ പ്ലാനിങ്ങിന് ശേഷമായിരുന്നു ഈ ഗോളൻ ഹൈറ്റ്സ്, ഇസ്രായേലിന്റെ കൺട്രോളിലുള്ള ഗോളൻ ഹൈറ്റ്സ് ഭാഗത്ത് ഈ ഒരു ആക്രമണം നടത്തിയതായി IDFും ഒരു കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ആക്രമണത്തിന് ആര് കാരണമായോ, അല്ലെങ്കിൽ ആരാണോ ഈ ആക്രമണത്തിന് മൂല കാരണമായി പ്രവർത്തിച്ചത്, അദ്ദേഹത്തെ ഞങ്ങൾ കൊന്നുവെന്ന് ഇസ്രായേൽ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് നൽകിയ അതേ സമയത്ത് യാതൊരു ശബ്ദവുമില്ലാതെ ഇറാനുള്ളിൽ ഒരു സംഭവം നടന്നു. ഇറാനുള്ളിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോഴല്ലേ പുതിയൊരു പ്രസിഡന്റ് ഓഫീസിലേക്ക് വന്നത്. ആ ഒരു ഫംഗ്ഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയാൽ അങ്ങനെയൊന്നുമല്ല. ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് ഇസ്മായിൽ ഹനിയ, ഇദ്ദേഹത്തെ ഇറാനുള്ളിൽ വെച്ച് തന്നെ ഇസ്രായേൽ കൊന്നു എന്ന് ഇറാന്റെ IRGC ഒരു കാര്യം പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഇറാൻ എന്ത് പറയുന്നു എന്ന് നോക്കിയാൽ, ഇസ്മായിൽ ഹനിയ ഇദ്ദേഹം ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. 62 വയസ്സായി. 2019 ശേഷം ഇദ്ദേഹം ഗാസയിൽ ഇല്ലായിരുന്നു. ഗാസയിൽ നിന്നും പുറത്തേക്ക് ഖത്തറിലായിരുന്നു, പിന്നീട് ഇറാനിലായിരുന്നു താമസിച്ചത്. അങ്ങനെയുള്ള ഒരു നേതാവിനെ അദ്ദേഹത്തിന്റെ വീടിനുള്ളിൽ കയറി ഒരു എയർ സ്ട്രൈക്ക് വഴി, ഒരു ഡ്രോൺ സ്ട്രൈക്ക് വഴി ഇസ്രായേൽ കൊന്നു. ഇതിന് ഞങ്ങൾ പ്രതികാരം വീട്ടും. ഇറാനുള്ളിൽ കയറി ഒരു ആക്രമണം നടത്തി ഇറാന്റെ പരമാധികാരത്തെ നിങ്ങൾ നശിപ്പിച്ചു. തീർച്ചയായും ഇതിനെ ഞങ്ങൾ തിരിച്ചടിക്കാതെ വിടില്ല. എത്രയും പെട്ടെന്ന് ഇസ്രായേലിന് ഞങ്ങളുടെ തിരിച്ചടി ഒരു വലിയ വേദന നൽകുമെന്ന് IRGC തന്നെ ഔദ്യോഗികമായ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിനും ഹമാസിനും എന്താണ് ബന്ധം? ഇദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്ന് നോക്കിയാൽ, പാലസ്തീനിൽ ഒരു എക്സ് പ്രൈം മിനിസ്റ്റർ എന്ന പോസ്റ്റിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. ഹമാസ് എപ്പോഴെല്ലാമാണോ അദ്ദേഹത്തിന്റെ അസംബ്ലിയിൽ കൂടുതൽ സീറ്റ്സ് ക്യാപ്ചർ ചെയ്തത്, അപ്പോഴെല്ലാം ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഫിഗറും അവിടെ കൂടുതലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിനും ഇദ്ദേഹത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയാൽ, ആ ഒരു പദ്ധതിയിൽ ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പങ്കുണ്ടെന്നും പറയുന്നു. ഏപ്രിൽ 10 ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. എയർ സ്ട്രൈക്കിൽ ഇസ്രായേൽ ഇസ്മായിൽ ഹാനിയ എന്നയാളുടെ കുടുംബത്തിലെ കുറെ വ്യക്തികളെ കൊന്നുവെന്ന്. അദ്ദേഹമാണ് ഇത്. ഇദ്ദേഹം ഇത്രയും ദിവസം ഇറാനിൽ വളരെ സേഫ് ആയിരുന്നു. എന്തിന്? ഇപ്പൊ പുതിയ പ്രസിഡന്റ് വന്നു. ആ ഒരു ഫംഗ്ഷൻ, ഇറാനിൽ നടന്ന ആ ഒരു ഫംഗ്ഷനിൽ പോലും ഇദ്ദേഹം അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞു വന്നപ്പോഴായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഇദ്ദേഹത്തിന് നേരെ പതിച്ചത്. ഇസ്രായേലിന്റെ ആക്രമണം എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ ഇസ്രായേൽ ഇതിനെക്കുറിച്ച് യാതൊരു ക്ലെയിമും വെച്ചിട്ടില്ല. ഞങ്ങളാണ് ഇത് ചെയ്തത് എന്ന് ഇസ്രായേൽ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അവരങ്ങനെ പറയുകയുമില്ല. ഇതിന് മുൻപുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ, എന്തിന് ഇറാന്റെ അണു ആയുധ ശാസ്ത്രജ്ഞന്മാരെ കൊന്നപ്പോൾ പോലും ഇസ്രായേൽ ഞങ്ങൾക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളത് ചെയ്തു എന്നവർ തുറന്ന് പറഞ്ഞില്ല. പക്ഷെ മുഴുവൻ ലോകത്തിനും അറിയാം അത് ആര് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നൊക്കെ. അതിനാൽ ഇറാൻ തന്നെ ഇപ്പോൾ സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം ഇപ്പോൾ പുതുതായി ഒരു പ്രസിഡന്റിനെ സെലക്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ പഴയ വീട്ടിൽ നിന്ന് വെറും 130 മീറ്റർ മാത്രം, വെറും 130 മീറ്റർ അകലെയായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട ആ വ്യക്തിയുടെ വീടുണ്ടായിരുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ നോക്കുക. ഈ ഒരു 100 മീറ്റർ കഴിഞ്ഞ ഒരു ആക്രമണം നടത്തിയെന്നുണ്ടെങ്കിൽ ഇറാന്റെ പ്രസിഡന്റിനെ തന്നെ കൊല്ലാൻ കഴിയും എന്നൊരു അവസ്ഥയിൽ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഇറാനുള്ളിൽ പടർന്നിട്ടുണ്ട്. അടുത്തിടെ ഇറാന്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ഒന്നും ഇറാന് അനുകൂലമല്ലാത്ത ഒരു രീതിയിലാണ്. ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റയീസി എപ്പോഴാണോ മരിച്ചത്, അതിനുശേഷം ഇറാൻ നടക്കുന്ന സംഭവങ്ങൾ എന്നത് ഇറാൻ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമായാണ് മാറിയത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് 24 മണിക്കൂറിൽ 2 പ്രധാനപ്പെട്ട നേതാക്കളെ ഇസ്രായേൽ കൊന്നു എന്നുള്ള വാർത്ത മുഴുവനായും പടരുന്നു. ഈ 2 നേതാക്കളും ഇസ്രായേലിന് ഒരുപാട് രീതിയിൽ, പല രീതിയിൽ പ്രശ്നങ്ങൾ കൊടുത്തതാണ്. ഒന്ന്, ഹെസ്ബുള്ളയുടെ കമാൻഡറെ കൊന്നു എന്ന് പറഞ്ഞു. ആ കാര്യം മാത്രം ഇപ്പോഴും കൺഫേം ആയില്ല. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടു. അത് 100% ഉറപ്പുവരുത്തി. IRGCയും അത് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡും ഈ ഒരു ആക്രമണത്തിൽ മരിച്ചു എന്ന് പറയുന്നു. ശരി, ഇപ്പോൾ ഈ ഒരു ആക്രമണം നടന്ന് അവസാനിച്ചു. ഇതെല്ലാം അവസാനിച്ചു. ഇനി അടുത്ത ഘട്ടം എന്തായിരിക്കും? ഇപ്പോൾ ഇസ്രായേലിൽ എന്താണ് സംഭവിക്കുന്നത്? ഇറാൻ കൂടാതെ ലബനനുള്ളിൽ എന്തവസ്ഥയാണെന്ന് നോക്കിയാൽ, ലബനന്റെ MP ഒരാൾ, ഇദ്ദേഹം ഹെസ്ബുള്ളയ്ക്ക് അനുകൂലമായ ഒരു MP ആണ്. ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ലബനൻ എത്രയും പെട്ടെന്ന് ഇസ്രായേലിനെ തിരിച്ചടിക്കും. ഇത് ഞാൻ സ്റ്റേറ്റ്മെന്റായി നൽകുകയാണ്. ഈ ഒരു കാര്യം നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണും. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ഈ ഒരു ആക്രമണം ഒരിക്കലും ഉത്തരമില്ലാതെ പോകില്ല എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തത് മാത്രമല്ല, എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആക്രമണം നടത്തുമെന്നും പറഞ്ഞു. ഇതേ സമയം ഇസ്രായേലിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഹെസ്ബുള്ളയുടെ ലോജിസ്റ്റിക് ഹബ്ബ്, റോക്കറ്റ് ലോഞ്ചിങ് സൈറ്റ്സ്, ഇങ്ങനെ ഇസ്രായേൽ ചില സ്ഥലങ്ങളിൽ നിരീക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഹെസ്ബുള്ള ഇസ്രായേലിന് നേരെ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഒരു ആക്രമണം തുടങ്ങുന്നത്. ഈ സ്ഥലങ്ങളെ നോക്കി ഇസ്രായേലിന്റെ വിമാനം പറക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ഇസ്രായേൽ മുഴുവനും ഒരു ഹൈ അലേർട്ട് നൽകിയിട്ടുണ്ട്. കാരണം ഹെസ്ബുള്ളയെ ആക്രമിച്ചത് മാത്രമല്ല, ഇറാനുള്ളിൽ പോയി ഹമാസിന്റെ നേതാവിനെ കൊന്നു. അതിനിടയിൽ ഇറാഖിൽ നിന്ന് വന്ന ഒരു മിസൈൽ ഹൈഫ പോർട്ട് ഭാഗത്ത്, ആ ഒരു എയർ സ്പേസിന് മുകളിൽ വെച്ച് ഇസ്രായേൽ ഷട്ട് ഡൗൺ ചെയ്തു. ഇസ്രായേലിലെ ഒരുപാട് സ്ഥലങ്ങളിൽ കഴിഞ്ഞ രാത്രി GPS തടസ്സപ്പെട്ടു. അതിന് കാരണമായതും ഈ മിസൈൽ ഷൂട്ട് എന്ന് പറയുന്നു.
കാരണം ഈ മിസൈൽ അകത്തേക്ക് വന്നപ്പോൾ അതിന് GPS സിഗ്നൽ കിട്ടാൻ പാടില്ല. ആ GPS സിഗ്നലിനെ ഡിസ്റ്റർബ് ചെയ്താൽ, അതിനെ മുഴുവനായും കട്ട് ചെയ്യുകയാണെങ്കിൽ ആ മിസൈലിനെ എളുപ്പത്തിൽ കുഴപ്പത്തിലാക്കി നശിപ്പിക്കാമെന്ന കാരണത്തിന് വേണ്ടിയാണ് GPS സിഗ്നൽ കൂടുതൽ സ്ഥലങ്ങളിലും കട്ട് ചെയ്തത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇസ്രായേലിന്റെ ഒരു റെഡ് ലൈൻ ഹെസ്ബുള്ള ക്രോസ് ചെയ്തതിനായി ഒരേ ഒരു രാത്രി കൊണ്ട് 2 പ്രധാനപ്പെട്ട നേതാക്കളെ ഇസ്രായേൽ ഇപ്പോൾ നശിപ്പിച്ചു. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? ഇതിനുള്ള തിരിച്ചടികൾ ഇനി എങ്ങനെയായിരിക്കും വരുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.